അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തരതര പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഏകദേശം 50 ലക്ഷത്തോളം മുസ്ലിങ്ങളുള്ള സംസ്ഥാനം. ഓപ്ഷൻസ്: കേരളം, തമിഴ്നാട്, കർണാടക. ശരിയുത്തരം തമിഴ്നാട്. 2. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം. ഓപ്ഷൻസ്: 1921, 1942, 1947. ശരിയുത്തരം 1947. 3. ഉസ്മാനിയ ഖിലാഫത്തിലെ സുൽത്താൻമാർ. ഓപ്ഷൻസ്: 27, 37, 57. ശരിയുത്തരം 37. 4. ആദ്യത്തെ അബ്ബാസി ഖലീഫ. ഓപ്ഷൻസ്: അബുൽ അബ്ബാസി സഫാഹ്, അബ്ദുല്ലാഹിൽ മുഅ്തസിം, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ശരിയുത്തരം അബുൽ അബ്ബാസി സഫാഹ്. 5. ഉമവികൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സാരഥ്യം വഹിച്ചു. ഓപ്ഷൻസ്: 101 വർഷം, 91 വർഷം, 81 വർഷം. ശരിയുത്തരം 91 വർഷം. 6. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം എവിടെയാണ് എത്തിയത്? ഓപ്ഷൻസ്: ഉത്തർപ്രദേശ്, കേരളം, ബീഹാർ. ശരിയുത്തരം കേരളം. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യം. 8. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം. 9. ഉസ്മാനി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം. 10. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. 11. മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാജ്യം. ഇപ്പുറത്ത് നോക്കൂ. എ തുർക്കി, ബി ഇസ്തംബൂൾ, സി ഫലസ്തീൻ, ഡി സോമാലിയ, ഇ ഇന്തോനേഷ്യ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യം. ശരിയുത്തരം സി ഫലസ്തീൻ. 8. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം. ശരിയുത്തരം ഇ ഇന്തോനേഷ്യ. 9. ഉസ്മാനി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം. ശരിയുത്തരം ബി ഇസ്തംബൂൾ. 10. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ശരിയുത്തരം ഡി സോമാലിയ. 11. മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാജ്യം. ശരിയുത്തരം എ തുർക്കി. CEBDA. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഉമവിയ്യ ഖിലാഫത്തിൽ ശക്തനായ ഭരണാധികാരി ഡാഷ് എന്നവരാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അബ്ദുൽ മലിക് ബിൻ മർവാൻ. ഉമവിയ്യ ഖിലാഫത്തിൽ ശക്തനായ ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവരാണ്. 13. തുർക്കി കേന്ദ്രമാക്കി ഡാഷ് ഖിലാഫത്ത് ഉയർന്നു വന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഉസ്മാനിയ്യ. തുർക്കി കേന്ദ്രമാക്കി ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നു വന്നു. 14. കേരളത്തിൽ ഡാഷിൽ വഹാബിസം പ്രത്യക്ഷപ്പെട്ടു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 1921. കേരളത്തിൽ 1921 വഹാബിസം പ്രത്യക്ഷപ്പെട്ടു. 15. ഹിജറ 41 വർഷം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആമുൽ ജമാ. ഹിജറ 41 വർഷം ആമുൽ ജമാ എന്ന പേരിൽ അറിയപ്പെടുന്നു. 16. ഇന്ത്യയിൽ മുസ്ലിം ഭരണം ഡാഷ് വർഷം നീണ്ടു നിന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 856. ഇന്ത്യയിൽ മുസ്ലിം ഭരണം 856 വർഷം നീണ്ടു നിന്നു. 17. ലോകത്ത് ഡാഷ് അറബി രാഷ്ട്രങ്ങളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 22. ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ത്? ഉത്തരം അൽ അസ്ഹർ. 19. ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതുനേതൃത്വം അവസാനിച്ച വർഷം. ഉത്തരം 1924. 20.
മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സയ്യിദുമാരിൽ ഒരാളുടെ പേര്? ഉത്തരം സയ്യിദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മരി റളിയല്ലാഹു അൻഹു. 21. രാജ്യത്തെ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു. ആര്? ഉത്തരം ബ്രിട്ടീഷുകാർ. 22. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം ആരാണ് സ്ഥാപിച്ചത്? ഉത്തരം കണ്ണൂരിലെ അറക്കൽ അലി രാജ. 23. ഇസ്ലാമിൻ്റെ സ്വർണ്ണകാലം എന്നറിയപ്പെടുന്ന ഖിലാഫത്ത്? ഉത്തരം അബ്ബാസി ഖിലാഫത്ത്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. തഫ്സീറുൽ ബൈലാവിയുടെ ഹാഷിയ രചിച്ചത് ആര്? ഉത്തരം ഷിഹാബുദ്ദീൻ അൽ ഖഫാജി. 25. ഖിലാഫത്തുൽ ഉമവിയ്യയ്ക്ക് ആ പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനാരോഹണത്തിലൂടെ ഖിലാഫത്ത് ബനു ഉമയ്യ കുടുംബത്തിലായിത്തീർന്നു. അതിനാൽ ഈ ഭരണകൂടം ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. 26. അബ്ബാസി കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകൾ ഏതൊക്കെ? ഉത്തരം ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി മദ്ഹബുകൾ. 27. ആരാണ് ചെങ്കിസ് ഖാൻ? ഉത്തരം മംഗോളിയൻ ഭരണാധികാരിയായിരുന്നു ചെങ്കിസ് ഖാൻ. 28. ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച 4 മുസ്ലിം ഭരണകൂടങ്ങളുടെ പേരെഴുതുക. ഉത്തരം തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ. 29. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എഴുതുക. ഉത്തരം ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ് ഇവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ. 30. മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ 3 എഴുതുക. ഉത്തരം ആസർബൈജാൻ, കൊസോവ, തുർക്കി. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറെ ആദ്യം ഉപന്യസിക്കുക. 31. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ മുമ്പന്തിയിൽ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായതും മുസ്ലിങ്ങളാണ്. മമ്പുറം തങ്ങൾ, ഉമർ ഖാലി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ് തുടങ്ങിയവർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിരവധി സമരങ്ങൾ നടക്കുകയുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടതാണ് മലബാർ സമരം. മാപ്പിള ലഹള എന്ന് മുദ്രകുത്തി ബ്രിട്ടീഷുകാർ അതിനെ അപഹസിച്ചു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും നേതൃത്വം നൽകിയ സമരമായിരുന്നു അത്. ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാണ് അത് നടന്നത്. 1-ാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർ ആ രാജ്യം അധീനപ്പെടുത്തി. ഖിലാഫത്ത് ഇല്ലാതായി. ഇതിനെതിരെ ലോകത്താകെയുള്ള മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ത്യയിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന് പിന്തുണ നൽകി. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും മലബാർ സന്ദർശിച്ചു. സമരം ശക്തമാക്കി. ബ്രിട്ടീഷ് സർക്കാർ നേതാക്കളെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തു. ആലി മുസ്ലിയാർ, കെട്ടിലേശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ, പാണക്കാട് ഹുസൈൻ തങ്ങൾ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഉണ്ണി മൂസ തുടങ്ങിയവർ 1921 നടന്ന മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരാണ്. 32. ഇസ്ലാം ഇന്ത്യയിൽ. അപ്പം നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം കണ്ണൂരിലെ അറക്കൽ അലി രാജയുടേതാണ്. പിൽക്കാലത്ത് പല ഭരണകൂടങ്ങളും ഇവിടെ സ്ഥാപിതമാക്കി. ഗസ്നവി, ഗോരി, മുഗളർ എന്നിവയും മൈസൂർ, ബീജാപ്പൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഭരണകൂടങ്ങളും അവയിൽ പ്രധാനപ്പെട്ടവയാണ്. സുൽത്താൻ അഹമ്മദ് ഷാഹ്, ഖുത്ബുദ്ദീൻ ഐബക്, ഔറംഗസീബ്, ഹൈദർ അലി, മകൻ ടിപ്പു സുൽത്താൻ തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പ്രഗത്ഭരായ സുൽത്താൻമാരാണ്. AD 1001 ഹിജ്റ 392 മുഹമ്മദ് ഗസ്നവി ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചു. പിന്നീട് ഗോരികളും ശേഷം അടിമവംശവും തുടർന്ന് തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധികൾ, മുഗളന്മാർ എന്നിവരും ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ചു. ഇതിൽ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ഭരണകൂടം
മുഗളന്മാരുടേതാണ്. 856 വർഷം നീണ്ടുനിന്ന ഇന്ത്യയിലെ മുസ്ലിം ഭരണം ബ്രിട്ടീഷ് അധിനിവേശത്തോടെ അവസാനിച്ചു. മുസ്ലിങ്ങളുടെ ഭരണം മൂലം ഇന്ത്യ വൻ പുരോഗതി നേടി. രാജ്യം ഏകോപിതമാക്കി. നിരവധി നാട്ടുരാജ്യങ്ങളും പരസ്പര യുദ്ധങ്ങളുമായി കഴിഞ്ഞ ഇന്ത്യയെ മുസ്ലിം ഭരണാധികാരികൾ ഒരു ഭരണത്തിന് കീഴിൽ ഏകോപിച്ചു. നീതിയിലും സമ്പത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായ അവരുടെ ഭരണത്തിൽ രാജ്യത്ത് സമാധാനം നിലവിൽ വരികയും പുരോഗതിക്ക് സാഹചര്യമുണ്ടാവുകയും ചെയ്തു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.